ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി വേജസ് ബില്ല് ട്രഷറിയിൽ സെൻഡ് ചെയ്ത ശേഷം ആ ബില്ല് മാറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം? സ്പാർക്ക് സൈറ്റ് യൂസർ ID പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ അക്കൗണ്ട്സിൽ ബിൽ വ്യൂ പ്രിപ്പയർഡ് കണ്ടിജന്റ് ബിൽ എടുക്കുക. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ് എന്നിവ സെലക്ട് ചെയ്യുക. ബില്ല് പാസ്സായിട്ടുണ്ടോ എന്നറിയുന്നതിന് ഇവിടെ കൊടുക്കേണ്ടത് നേച്ചർ ഓഫ് ക്ലെയിം എന്ന് പറയുന്നത് കൊടുക്കേണ്ടത് ഇതാണ്: പേ ആൻഡ് അലവൻസ് ഫോർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID. ഈ ഓപ്ഷനാണ് നൽകേണ്ടത്. ഇവിടെ ഈ PAT എന്ന് പറഞ്ഞ് വരുന്ന ഈ ബില്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ബില്ല് പെയ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ കഴിയും. ട്രഷറി സ്റ്റാറ്റസ് ഇവിടെ അറിയാം. ബിൽ പെയ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി പെയ്ഡായ ബില്ലിൻ്റെ പ്രിൻ്റ് നമുക്കിവിടെ നിന്നെടുക്കാം. പെയ്ഡ് ബില്ല് പ്രിൻ്റ് ഓഫീസിൽ OC സൂക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലും പെയ്ഡായോ ഇല്ലയോ എന്നറിയുകയും ബില്ലെടുക്കുകയും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഇവിടെ അക്കൗണ്ട്സ്, ബില്ല്, വ്യൂ സബ്മിറ്റഡ് പേ ബില്ലെടുക്കുക. ഈ പറഞ്ഞതുപോലെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, DDO കോഡ്, ബിൽ, സബ്മിറ്റ്, മന്ത് എന്നിവ കൊടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് ബില്ല് ഒബ്ജക്ഷനായോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അറിയാൻ കഴിയും ബില്ല് ഒബ്ജക്ഷനാണോ ഇല്ലയോ എന്നുള്ളത്. ഈ രീതിയിൽ അക്കൗണ്ട്, ബിൽ, വ്യൂ സബ്മിറ്റഡ് പേ ബിൽ ഓപ്ഷൻ വഴി ബില്ല് ഒബ്ജക്ഷൻ ആയിട്ടുണ്ടോ പാസ്സായിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ.